ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ വരുൺ രാധികയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, എന്തായാലും അയാളോട് ഞാൻ ചോദിക്കും, സത്യം എന്താണെന്ന് അയാളുടെ നാവിൽ നിന്ന് തന്നെ അറിയും. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അങ്ങനെ പറഞ്ഞ് വരുൺ മുത്തശ്ശിയോട് തന്നെ തീരുമാനം അറിയിച്ചിട്ട് രാധിക വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ഇത് കാണുന്ന കൽപ്പനയും ഊർമിളയും കൃത്യമായി തന്നെ പ്രിയങ്കയെ വിവരം അറിയിക്കണം. രാധിക മടങ്ങി വരുന്ന സമയത്ത് വരുൺ രാധികയെ കാത്ത് വഴിയിൽ തന്നെ നിൽക്കുകയും രാധികയെ അവിടെ പിടിച്ചു നിർത്തി രാധികയോട് സംസാരിക്കാനായി വരുൺ തയ്യാറാകുമ്പോൾ പ്രിയങ്ക ഉർവശിയുടെയും കൽപ്പനയുടെയും വാക്കുകൾ വിശ്വസിക്കാത്തത് കൊണ്ട് പ്രിയങ്കയോട് അവർ പറഞ്ഞു, ഞങ്ങൾ കാണുന്നത് സത്യമാണെങ്കിൽ നീ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, എന്റെ ചേച്ചിക്ക് വരുണുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്റെ ചേച്ചി നാളെ രാവിലെ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഉർവശിയുടെയും കൽപ്പനയുടെയും കൂടെ നേരെ ആ കാഴ്ച കാണാനായി വന്നെത്തുന്നു. അപ്പോഴാണ് വാതുക്കൽ നിൽക്കുന്ന രാധികയുടെയും വരുണിന്റെയും സംസാരം അവർ ചൂണ്ടിക്കാട്ടുന്നത്. വരുൺ രാധികയെ തടഞ്ഞു നിർത്തി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് പ്രിയങ്ക ഞെട്ടുന്നു. അതിനുശേഷം രാധികയെ വകവരുത്താൻ തന്നെ പ്രിയങ്ക തീരുമാനിക്കുന്നു.